ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൽ നമ്മുടെ പോലീസുകാരൊക്കെ വന്നു പോയ ശേഷം വിക്രമും വേദയും തമ്മിൽ റൂമിൽ സംസാരിക്കുകയാണ്. അപ്പോൾ വിക്രം അച്ഛനെ ഇങ്ങനെ ഓരോന്ന് പറയുകയാണ്. നിൻ്റെ അച്ഛൻ അങ്ങനെയാണ്, നിൻ്റെ അച്ഛൻ ഇങ്ങനെയാണ്, നിൻ്റെ അച്ഛൻ പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വേദ പറയും, എൻ്റെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, എനിക്കിഷ്ടമല്ല എൻ്റെ അച്ഛൻ എന്തെങ്കിലും പറയണേന്ന് വേദ പറയുകയാണ്. അപ്പോൾ വിക്രം പറയും, ഞാൻ അച്ഛൻ എന്നല്ലേ പറഞ്ഞുള്ളൂ, അല്ലാണ്ട് അങ്ങേരെ തന്താന്നൊന്നും പറഞ്ഞ് വിളിച്ചില്ലല്ലോ, പിന്നെ നിനക്ക് എന്തിനാ എത്ര ദേഷ്യം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ വേദ ചിരിച്ചുകൊണ്ട് പറയും, ഞാൻ പണ്ടത്തെ വിക്രമാദിത്യനും വേതാളാവുമെന്ന് നോക്കിയതാണെന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ വേദ ചിരിച്ചുകൊണ്ട് ഓരോന്നിങ്ങനെ പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, നീ എന്തായാലും വീട്ടിലേക്ക് ഒന്ന് വിളിച്ച് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കെന്ന് പറയാം. അങ്ങനെ വേദ അപ്പോൾ തന്നെ ശ്രീചേച്ചിനെ വിളിക്കുമ്പോഴാണ് കേട്ടോ അറിയണം അമ്മ ഹോസ്പിറ്റലാണെന്ന്. ഇത് കേൾക്കുമ്പോൾ വിക്രത്തിന് ഭയങ്കര ടെൻഷനാവും. അപ്പോൾ വിക്രം പറയും, ഞാനും അമ്മേനെ പോയി കണ്ടിട്ട് വരട്ടെ എന്ന് പറയും. അപ്പോൾ വേദ പറയും, ഇപ്പോൾ പോകണ്ട, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരട്ടെ, എന്നിട്ട് ആവാമെന്നൊക്കെ പറഞ്ഞ് വേദ ഹോസ്പിറ്റലിൽ ചെല്ലും. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കമലം കരയാണ് കേട്ടോ. കമലം കരഞ്ഞുകൊണ്ട് വേദയോട് പറയും, എല്ലാവരും കൂടിയിട്ട് ഒരു വേട്ടപ്പട്ടിയെ പോലെ എൻ്റെ മോനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് എണ്ണി പെറുക്കുകയാണ്. അപ്പോൾ വേദ പറയും, അമ്മ വിഷമിക്കണ്ട, വിക്രം എൻ്റെ കൂടെ തന്നെയുണ്ട്, അമ്മ ആരോടും പറയണ്ട എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഒരു വേട്ടപ്പെട്ടികൾക്കും ഞാൻ എൻ്റെ വിക്രത്തിനെ കൊടുക്കില്ല, ഞാൻ എൻ്റെ വിക്രത്തിനെ ചേർത്ത് നിർത്തുന്നത് വേദ പറയുകയാണ് കേട്ടോ. അപ്പോൾ കമലത്തിന് ഭയങ്കര സന്തോഷമാവും. കമലം വേദേനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേദ ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോൾ അഡ്വക്കേറ്റ് ദർശനെ കാണുകയാണ് കേട്ടോ. അപ്പോൾ ദർശനും വേദയും കൂടി ഇങ്ങനെ പുറത്ത് സംസാരിച്ച് കരിക്ക് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശങ്കരനാരായണൻ വരികയാണ് കേട്ടോ. കാറിൽ ശങ്കരനാരായണൻ കാണും. ഇവർക്ക് എന്താ ഇത്രയൊക്കെ സംസാരിക്കാനുള്ളത്, സീരിയസ് ആയിട്ട് എന്തോ സംസാരിക്കുകയാണെന്നുള്ള കാര്യം ശങ്കരനാരായണൻ മനസ്സിലാവും. ഇവർ തമ്മിൽ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യവും മനസ്സിലാവുകയാണ് കേട്ടോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വേദയുടെയും വിക്രമത്തിൻ്റെയും അടുത്ത നീക്കങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.